ഒരു പാട്ടിന്റെ മഴനൂൽ പോലെ, മറ്റൊരു ജന്മത്തിന്റെ നക്ഷത്രപ്പൊട്ട് പോലെ ഒരു മെഴുതിരിയായി ഞാൻ ഒരുങ്ങുന്നത് നിനക്ക് വേണ്ടി മാത്രം. കാലത്തിന്റെ തീരത്ത് എവിടെയോ വെച്ച് നഷ്ടമായ ജീവിതത്തിലെ ചില നല്ല ഓർമ്മകൾ. ആ ഓർമ്മകൾ ഇപ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു പൊട്ടിച്ചിരിയാവാം. അതെ, ഓർമ്മകൾ. മഴ പോലെ മനസ്സിൽ നിറയുന്ന ആ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. റിവൈൻഡ്. അങ്ങനെ സംസാരിച്ച് അൽസമാന എക്സ്ചേഞ്ച് മോസ്റ്റ് വാണ്ടഡ് റീലോഡറിൽ നമ്മളിതാ റീവൈൻഡിന്റെ തിരുമുറ്റത്തെത്തി നിൽക്കുകയാണ്. ഈ ആഴ്ചത്തെ ആദ്യത്തെ റീവൈൻഡ്. ഇന്ന് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് അനു കാരക്കാട് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ്. അനു ബഹ്റൈനിൽ നിന്നുമാണ് നമ്മുടെ ഒരു ഷോയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ബഹ്റൈനിലുള്ളവർക്കെല്ലാം ഒരു വലിയ ഹായ് നമുക്ക് ഈ ഒരു ഷോയിലൂടെ പറയാമല്ലേ. ഹായ് അനു കാരക്കാട് ഇന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ചാരുമൂടൻ കഥകൾ എന്നാണ് അദ്ദേഹം ഇതിനൊരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിൽ ഓണാട്ടുകര പ്രദേശത്താണ് എന്റെ ഗ്രാമം. 3 പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ ചാരുമൂട് എന്ന പട്ടണമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഗ്രാമം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഞാനും എന്റെ കൂട്ടുകാരും കൂടി അടുത്തുള്ള ആനയടി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയി. തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നത് പോലെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ അനു കാരക്കാടും സുഹൃത്തുക്കളും കൂടി ആനയടി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോവുകയാണ്. കൂട്ടുകാരും അത്തുള്ള ഒരു പോക്കെന്ന് പറഞ്ഞത് പോലെ അത് ഒരിക്കലും നമ്മുടെ മനസ്സൊന്നും ആയില്ല. തീർച്ചയായിട്ടും ലോകത്തിന്റെ ഏത് കോണി പോലും ആ ഓർമ്മകളൊന്നും നമ്മുടെ മനസ്സിൽ നിന്നും പോവില്ല. അനു തുടരുകയാണ്. 100-ലധികം ആനകള് നെറ്റിപ്പട്ടം ചൂടി കൃഷിയൊഴിഞ്ഞ പാടത്ത് നിരന്നു നിൽക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ വിദേശികള് പോലും എല്ലാ വർഷവും അവിടെ എത്താറുണ്ട്. ആന വിരണ്ടോടുമ്പോൾ വാണം വിട്ടതുപോലെ ഇവറ്റകൾ ഓടി രാജ്യം വിടുന്നതും കാണാം. ചാരുമൂട്ടിലെ കേബിൾ ഓപ്പറേറ്ററായ മധുച്ചേട്ടൻ ഒരു വീഡിയോ ക്യാമറയിൽ ആനച്ചന്തം പകർത്തുന്നു. അങ്ങേരോട് കുശലം പറഞ്ഞു നിൽക്കുമ്പോഴാണ് എന്റെ കൂടെ വന്ന കണ്ണൂരുകാരൻ സുഹൃത്ത് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു, പഠിക്കാൻ കൊണ്ട് വിട്ടതാ എന്റെ നാട്ടില്. ജോബിയെ കുറച്ചു പേര് ചേർന്ന് വട്ടം കൂടി ഞോണ്ടുന്നത് ഞാൻ കാണുന്നത്. എന്താ പറ്റിയത്? അവരെനിക്ക് പരിചയമുള്ള പയ്യന്നല്ലൂരുകാരായിരുന്നു കേട്ടോ. ഈ പയ്യന്നല്ലൂരുകാരെന്ന് പറയുന്നത് നമ്മുടെ അനുവിന്റെ അയൽഗ്രാമക്കാരാണ്. ഞാൻ ചാടി അവരുടെ ഇടയിൽ നിന്നും ഗർജിച്ചു, അണ്ണാ ഇവരെന്റെ കൂടെ വന്നാണ്, പ്ലീസ് ഒന്നും ചെയ്യല്ലേ. ഇതായിരുന്നു ഗർജനം. പക്ഷേ പയ്യന്നല്ലൂരുകാര് എന്നെ നിലത്തിർത്താതെ അന്തരീക്ഷം നിർത്തി ഇടിച്ചു കളഞ്ഞു. ബോധം പോകുന്നതിന് മുമ്പ് ബാൽക്കണിയിൽ നിന്ന് ഉത്സവം മുഴുവൻ കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനിടയിൽ ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. കേബിളുകാരൻ മധുച്ചേട്ടൻ ആനപിടുത്തം നിർത്തി ഇടി ലൈവായിട്ട് പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ, ഇടി കിട്ടിയ കാര്യം നാട് മുഴുവൻ അവന്റെ ഉണക്ക ചാനലിൽ കാണിക്കുമല്ലോ. അതുകൂടി ഓർത്തപ്പോ ഉള്ള ബോധം കൂടി പോയി. ഇടിയുടെയും പൊടിയുടെയും ഇടയിൽ നിന്നും കൂടെ വന്ന സുഹൃത്തുക്കള് എന്നെ കണ്ടെടുക്കുമ്പോൾ കാക്കകൾ കൊത്തിപ്പറിച്ച കൂടച്ചക്ക പോലെയായിരുന്നു എന്റെ അവസ്ഥ. പാവം, വെറുതെ വടികൊടുത്ത് അടിമേടിച്ച പോലെ. ചേട്ടന്റെ കയ്യിൽ നിന്നും കടം മേടിച്ചിട്ടുകൊണ്ട് വന്ന ആരോ ഷർട്ട് ആരൊക്കെ ചേർന്ന് പീച്ച് തോരണം പോലെയാക്കിയിരുന്നു. വേദനയും അപമാനവും സഹിക്കാൻ വയ്യാതെ 3 കമ്പ് ഐസാണ് അന്ന് ഐസുകാരന്റെ കയ്യിൽ നിന്നും കടം മേടിച്ച് ഞാൻ കഴിച്ചത്. നമുക്ക് പ്രതികാരം ചെയ്യണം, അല്ലെങ്കിൽ മുഴുവൻ ചാരുമൂടൻസിനും അപമാനമാകും. ഇതൊക്കെ ആ പ്രായത്തിൽ തോന്നുന്ന പ്രതികാരം ചെയ്യണമെന്നൊക്കെ. റഫീഖിന്റെ നേതൃത്വത്തിൽ പദ്ധതി തയ്യാറാക്കി. ഇടിച്ചവന്മാര് സാധാരണ വൈകുന്നേരം കൂടുന്ന സ്ഥലം, സമയം, ചാരുമൂട്ടിലെ മീശക്കൊമ്പന്റെ രാമരാജൻ ഗുണ്ടയുടെ കയ്യിൽ നിന്നും കടം മേടിച്ച വടിവാള് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു. അത് വെച്ച് വാഴയിൽ വെട്ടിയാൽ പോലും മുറിയില്ല എന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. അമ്മാവന്റെ കടയിൽ നിന്നും അടിച്ചു മാറ്റിയ കാശ്മീരി ചില്ലി പൗഡർ, എരിവ് കൂടുതലാ പോലും. കാശ്മീരി ചില്ലിക്ക് എരിവ് കുറവാ ആണല്ലേ, പക്ഷെ അദ്ദേഹം എഴുതിയിരിക്കുന്നു എരിവ് കൂടുതലാണ് പോലും. ബ്രാക്കറ്റിലാണ് 4 ബൈക്കുകള്, ഞങ്ങൾ 8 പേര്. റഫീഖ് ഒരു പേപ്പറിൽ പോകേണ്ട റൂട്ട് വരച്ചു കാണിച്ചു തന്നു. ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു, അവൻ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാത്തതുകൊണ്ടാവും അത് കണ്ടിട്ട് ഒരു പട്ടിയുടെ രൂപമാണ് എനിക്ക് ഓർമ്മ വന്നത്. ചാരുമൂടിന്റെ അഭിമാനം കാക്കാൻ ധീര യോദ്ധാക്കൾ യുദ്ധത്തിന് പുറപ്പെടാൻ തയ്യാറായി. വെരി ഗുഡ്. പോകും മുൻപ് ഞങ്ങളുടെ ആത്മീയ ഗുരു സുനിച്ചേട്ടൻ അനുഗ്രഹം മേടിച്ചിരുന്നു. ഇവരുടെ ആത്മീയ ഗുരുവാണ്. മാസ്റ്റർ പ്ലാൻ പോലെ കാര്യങ്ങൾ നടന്നു. അവന്മാരെ കണ്ടെത്തി, നേതാവിനെ തല്ലി. പക്ഷെ ബാക്കിയുള്ളവര് ഇരുട്ടില് പല ഭാഗത്തേക്ക് ഓടി മറഞ്ഞോളഞ്ഞു. പിന്നെ തുരുതുരായി ഏറി വരുന്നത് മാത്രം കണ്ടു. എന്റെ കൂട്ടുകാരൻ സോണിയുടെ പുറത്ത് ഒരു കട്ടയുടെ ഏറ് കൊള്ളുന്നതും അത് പൊട്ടിച്ചിതറുന്നതും അവൻ അമ്മേ എന്ന് വിളിച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. യുദ്ധക്കളത്തിൽ അർജുനന്റെ വിഷാദം പോലെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചു എന്ന് എന്നോട് കൃഷ്ണരൂപത്തിൽ വന്ന എന്റെ കൂട്ടുകാരൻ മുകേഷ് ഗീതോപദേശം തന്നു. വണ്ടിയിൽ ചാടിക്കാറാടിയാ. ഇത് കേട്ടപാട് ചാടി വണ്ടിയിൽ കയറിയ ഞാൻ ചാരുമൂട്ടിൽ വന്ന ശ്വാസം വിട്ടത്.
അയ്യോ, എന്ത് പദ്ധതിയായത്! ചാരുമൂട്ടിൽ അസിയണ്ണന്റെ തട്ടുകടയ്ക്ക് മുന്നിൽ റാന്തൽ വെട്ടത്തിൽ സോണിയുടെ ഏറുകൊണ്ട പുറം ലോക ഭൂപടം പോലെ ചുവന്ന് തടിച്ചു കിടക്കുന്ന കണ്ടപ്പോ എന്റെ മറ്റൊരു കൂട്ടുകാരൻ ബിജുമോന്റെ കമന്റ് ഇങ്ങനെയായിരുന്നു: ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ ഇത്രയ്ക്ക് ഗ്യാപ്പ് വേണ്ടിയിരുന്നില്ലടാ. രാമസേതു ചെളിഞ്ഞു കാണുന്നുണ്ട്, ഉറപ്പ് എറിഞ്ഞവൻ RSS കാരനല്ല. അതിനിടയിൽ അസിയണ്ണന്റെ വക 8 ഓട്ട് ചായ റെഡി. എല്ലാവരും ചായ എടുത്തിട്ടും ഒരു ചായ അധികം. എല്ലാവരും പരസ്പരം നോക്കി വീണ്ടും ഞെട്ടി. ഷെമ്മിനെ കാണാനില്ല. അതാരത്? ഞങ്ങളുടെ മറ്റൊരു കൂട്ടുകാരൻ. അല്ല, അവരും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. ഏറുകൊണ്ട വെപ്രാളത്തിൽ സോണി ബൈക്കും കൊണ്ട് പാഞ്ഞപ്പോ യുദ്ധക്കളത്തിൽ ഭീഷ്മാചാര്യെ പോലെ ഷെം അവിടെ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. ഉടൻ തന്നെ ആത്മീയ ഗുരു സുനിച്ചേട്ടന്റെ നേതൃത്വത്തിൽ ചാരുമുടൻ സുരക്ഷാ സേന രംഗത്തിറങ്ങി. പോകും മുൻപ് സുരക്ഷാ സേനാധിപൻ സുരേഷണ്ണൻ പറഞ്ഞു: മക്കളെ, അവന് ഇനി പൂർണ്ണമായും തിരികെ കിട്ടുമെന്ന് തോന്നുന്നില്ല. നോക്കട്ടെ, ഫ്രെയിമെങ്കിലും കിട്ടിയാൽ കൊണ്ടുവരാം. അവസാനം അതിസാഹസികമായി ഓടയിൽ പതുങ്ങിക്കിടന്ന ഷെമ്മിനെ സുരക്ഷാസേന രക്ഷിച്ചെടുക്കുമ്പോൾ അവൻ പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലും സോണിയെ ചീത്ത പറയുന്നതിൽ ഒരു പരസ്പര വിരുദ്ധതയും ഞാൻ കണ്ടില്ല. യുദ്ധം കഴിഞ്ഞു. പിറ്റേന്ന് പയ്യന്നല്ലൂരുകാർ ഉഭയകക്ഷി ചർച്ചയ്ക്കായി അവിടുത്തെ പഞ്ചായത്ത് അംഗത്തോടൊപ്പം എന്റെ വീട്ടിൽ വന്നു. മെമ്പർ എന്റെ ചേട്ടന്റെ പേര് രാജീവ് പിള്ള എന്നാണ്. എന്റെ ചേട്ടന്റെ സുഹൃത്തായിരുന്നു കേട്ടോ. അങ്ങനെ സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ട് കൈകൊടുത്ത് പിരിയാൻ നേരം അവരൊരു പൊതി ചേട്ടനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു: അതെ, ഇനിയെങ്കിലും എന്തെല്ലാം പോകുമ്പോ എക്സ്പയറി ഡേറ്റ് കഴിയാത്ത മുളക് പൊടി മേടിച്ചുകൊണ്ട് പോകാൻ പറയണ എന്റെ അടുത്ത്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിഷ്ണു ബൈക്ക് അപകടത്തിൽപ്പെട്ട ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടക്കുമ്പോ രക്തം തരാൻ ആദ്യം ഓടിയെത്തിയത് പയ്യന്നല്ലൂരുകാരാണ് എന്നത് വേദനയിലും നന്ദിയോടെ ഞാനിപ്പോൾ ഓർക്കുന്നു. ചാരുമൂടൻസിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്: ചാരുമൂട്ടിലെ ചെറുപ്പക്കാരെ പൊതുവെ ചാരുമൂടൻസ് എന്നറിയപ്പെടും. വൈകുന്നേരങ്ങളിൽ 300-ലധികം ചെറുപ്പക്കാര് ചാരുമൂടിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂട്ടം ചേർന്ന് ഒരു കോളേജ് ക്യാമ്പസ് പോലെ തോന്നിപ്പിക്കുന്ന അവസ്ഥ ചാരുമൂടിന് മാത്രം സ്വന്തമാണ്. ചാരുമൂട്ടിലെ ആദ്യത്തേതും ചെറുപ്പക്കാർക്ക് പ്രിയപ്പെട്ടതുമായ സങ്കേതം തന്നെയുമല്ല, ബാർ ഉടമകളും ചാരുമൂടൻസ് തന്നെ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ? നമ്മൾക്കറിയില്ല, എന്തായാലും രസമുണ്ടായിരുന്നു കേൾക്കാൻ. നിർത്തട്ടെ. സ്നേഹപൂർവ്വം അനു കാരക്കാട്. താങ്ക് യു സോ മച്ച് അനു, നന്നായിരുന്നു കേട്ടോ. എന്തായാലും ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ? അടിന്റെ ഓരോ പോഷനും ഓർമ്മയുണ്ടല്ലോ. ശരി, ഏതായാലും ഞങ്ങളതൊക്കെ എന്താണ് നേരിട്ട് കണ്ടതുപോലെയുള്ള ഒരു അനുഭവമായി. എനിക്ക് ഏറ്റവും കോമഡി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് മുളക് പൊടി കൊള്ളാം. അനുവിനായിട്ടാണ് ഈ ഒരു ഗാനം ആസ്വദിക്കുക. ചിത്രമണിക്കാട്ടിൽ എന്നിഷ്ടമലക്കൂട്, ഇഷ്ടമലക്കൂട്ടിൽ എനിക്കിഷ്ടമുള്ളൊരാള്, ആ കൂടണിയാൻ കിനാവിലെ മയിൽ പീലി, കൂടെ പാടുവാൻ ഞാൻ കൊതിക്കുന്ന കളിക്കുയില്. ചിത്രമണിക്കാട്ടിൽ എന്നിഷ്ടമലർക്കൂട്, ഇഷ്ടമലർക്കൂട്ടിൽ എനിക്കിഷ്ടമുള്ളൊരാള്, എൻ കൂടണിയാൻ കിനാവിലെ മയിൽ പീലി, കൂടെ പാടുവാൻ ഞാൻ കൊതിക്കുന്ന കളിക്കുയില്. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങൾക്കിന്ന് ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ്. ഈ ഒരു ആഴ്ച നമ്മൾ ചിരിയോടെയാണ് ആരംഭിച്ചിരിക്കുന്നത് അല്ലേ? ഞാനും കുറച്ച് ഒരുപാട് ചിരിച്ചു. കൊള്ളാം. ഏതായാലും സന്തോഷം അനു, ഞങ്ങളെ എല്ലാവരെയും കുറച്ചു നേരം ചിരിപ്പിച്ചതിന്. അപ്പം വീണ്ടും നമുക്ക് നാളെ ഒത്തുചേരാം. അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ ഒരുക്കുന്ന നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നേരത്തിൽ അല്ലേ? മനോഹരമായിട്ടുള്ള ഒരു വാചകം ഓർത്തുകൊണ്ട് നമുക്കിന്ന് ബൈ ബൈ പറയാം. മറ്റുള്ളവരെ നിരീക്ഷിക്കുകയും അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ശരാശരി മനസ്സുകളുടെ ആനന്ദം എന്ന് പറയുന്നത്. സ്വയം നിരീക്ഷിക്കുകയും സ്വന്തം കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യുന്നതുകൊണ്ടേ നമുക്ക് പ്രയോജനമുള്ളൂ. ദലൈലാമയുടെ വാക്കുകൾ നമുക്കെന്നും മനസ്സിൽ സൂക്ഷിക്കാം. ഇപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ബൈ ബൈ പറയുന്നവർ ഞാൻ ഷിബു മലയിൽ, ഒപ്പം കപിലും. ടാറ്റാ, ബൈ. മരതക പൂന്തെന്നലേ ഇവളൊരുങ്ങും കൂടരികിൽ ഒളി കണ്ണെറിയരുതേ. ചിത്രമണിക്കാട്ടിൽ
എന്നിഷ്ടമലപ്പൂ